ഇന്ന് സൺഡേ ആട്ടോ. സൺഡേ ആണെങ്കിൽ യൂഷ്വലി ഞങ്ങൾ വല്ല യാത്രയും പോകും. അതല്ലെങ്കിൽ പിന്നെ ബിരിയാണി വെക്കില്ല കേട്ടോ. മെയിൻ എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ട, ഒഴിവ് ദിവസമല്ലേ. അങ്ങനെ എന്തായാലും ഇന്നിപ്പോൾ ബിരിയാണി വെക്കലാണ്. അങ്ങനെ നമ്മളൊരു പാൻ വെച്ചു. അതിനുശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അത്യാവശ്യം ഇത്തിരി നെയ്യ് വേണം കേട്ടോ, എന്നാലാണ് നമുക്ക് നന്നായിട്ട് ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനാണ് കുക്ക് ചെയ്യുന്നത് ഇന്ന്. അപ്പോൾ ആ മുന്തിരിയിൽ കഴുകിയത് കൊണ്ട് എണ്ണ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി പൊട്ടിയിട്ട് എല്ലാം കൂടി പൊട്ടുന്നിടത്താണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് അതൊന്ന് വീർത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കരിയാൻ പാടില്ല കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. ഞാനാണ് പണ്ട് തൊട്ടേ അമ്മ ബിരിയാണി വയ്ക്കുമ്പോൾ അമ്മയുടെ ഹെൽപ്പർ. അങ്ങനെ ഹെൽപ്പറായി നിന്നിട്ട് ഇപ്പം ഞാനിപ്പോഴത്തെ മെയിൻ ഷെഫായി മാറിയിട്ടുണ്ട് ബിരിയാണിയുടെ. എനിക്ക് ബിരിയാണി വയ്ക്കാൻ മാത്രമേ കേട്ടോ കാര്യമായിട്ട് അറിയുള്ളൂ, ബാക്കിയെല്ലാം അമ്മ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. അമ്മയാണ് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ടത്. ഒട്ടും ക്ഷമയില്ല അമ്മയ്ക്ക്. ഇത് കഴിയുമ്പോഴത്തേനും അതാവണം എന്നുള്ളൊരു സാധനമാണ്. അത്ര ഫാസ്റ്റായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ മെല്ലെ മെല്ലെയാണ് ചെയ്യുക. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച്. അങ്ങനെ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുന്നില്ല, കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, ഇളക്കുന്നതൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കറിയാമല്ലോ, ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴാണ് ഇത് എടുക്കേണ്ടത്. ഉള്ളി അതെ നല്ലോണം നൈസായിട്ട് വേണം അരിയാൻ. ഇത് നമ്മൾ ഇത്തിരി ഉള്ളി മാത്രമേ കേട്ടോ ഇവിടെ വയ്ക്കുള്ളൂ. ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടി മുകളിലിടാനുള്ള റോസ്റ്റ് ചെയ്യാൻ ഉള്ളി മാത്രമാണ് ഇപ്പോൾ ഇടുള്ളൂ. അങ്ങനെ ഇതും അത്യാവശ്യം നല്ലോണം റോസ്റ്റാണ്. അത് മെല്ലെ മെല്ലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. ബിരിയാണിയുടെ ടേസ്റ്റ് കൂടുന്നത് ആക്ച്വലി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ നല്ലോണം ആവുന്ന വരെ നല്ല ക്ഷമയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക്. അങ്ങനെ എന്തായാലും അതും മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് പിന്നെ സവാള അതിലേക്ക് ആഡ് ചെയ്തു. കുറേ സവാള ഉണ്ട് എനിക്ക്, കാരണം ബിരിയാണിയിലേക്ക് അത്യാവശ്യം മസാല വേണം എന്ന് ഉള്ള ഒരാളാണ്. അതും ബീഫ് ബിരിയാണി ആകുമ്പോൾ പ്രത്യേകിച്ചും. ബീഫ് ബിരിയാണി നല്ല ഫ്ലേവർ ഉണ്ടെങ്കിലാണ് ആ ബിരിയാണിക്ക് ഒരു സംഭവം വരത്തുള്ളൂ. അപ്പം നല്ലോണം ഉള്ളി ആഡ് ചെയ്തു. ഈ സമയത്ത് നമുക്ക് ഇത്തിരി ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട്, എണ്ണ ഇത്തിരി കുറവായിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും എണ്ണ ആഡ് ചെയ്തിട്ടാട്ടോ ഇത് ശരിയായത്. അങ്ങനെ നല്ലോണം ഇതും നല്ല ക്ഷമയോട് കൂടിയിട്ട് കുറേ ടൈം എടുത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഗോൾഡൻ ബ്രൗണൊന്നുമല്ല, അത്യാവശ്യം ഗോൾഡൻ ബ്രൗണിനെക്കാട്ടിലും കുറച്ചും കൂടെ വഴറ്റി വരണം. ഒരു ഉള്ളി നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ നല്ലോണം ഇളക്കണം. അതിനുശേഷം പച്ചമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നല്ലോണം പേസ്റ്റ് പോലെ ആവേണ്ട, അത് ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത്. അതിനുശേഷം അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എനിക്ക് ബിരിയാണി ഉണ്ടാക്കണതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഇതാണ്, ഈ സമയത്ത് വരുന്നൊരു സ്മെല്ല്. അങ്ങനെ ഇതും അതെ, നമ്മൾ ഒട്ടും തിരക്ക് പിടിക്കാൻ പാടില്ല. വളരെ സമയമെടുത്തിട്ട് നല്ലോണം അതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും. ഞാൻ ആക്ച്വലി ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല കേട്ടോ. എനിക്ക് സ്മെല്ല് വെച്ചിട്ടാണ് ഞാൻ ഓരോന്നിൻ്റെ ടേസ്റ്റ് ഇതാക്കാറ്. ലാസ്റ്റാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും ഇത് നല്ലോണം അതിൻ്റെ റോ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ടെക്സ്ചറിലേക്ക് വന്നപ്പം ഞാനതിലേക്ക് മുളക് പൊടി അതുപോലെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി കുറച്ചാണ് ഇട്ടുള്ളൂ. പിന്നെ അതുപോലെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല കുറച്ചധികം ആഡ് ചെയ്യണം, കാരണം ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ വേണം, എന്നാലാണ് ബീഫിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഗരം മസാല ഒരു 2.5 ടീസ്പൂണാണോ, വലിയ സ്പൂണിൽ 2.5 സ്പൂണൊക്കെ ഞാൻ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ചും കൂടെ വേണം തോന്നിയിട്ട് എനിക്ക് മസാല നല്ല ഫ്ലേവർ ആവണം എന്നുള്ളൊരു ടേസ്റ്റുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്തു. അങ്ങനെ മൊത്തത്തിലൊരു 3 സ്പൂൺ ഗരം മസാലകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതും ഈ ഒരു പരുവത്തിലെത്തി. ഇത് നല്ലോണം വെയിറ്റ് ചെയ്യണം, പ്രത്യേകിച്ചും ലോ സിമ്മിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുക. ആ ഉള്ളിയൊക്കെ ഇതാക്കുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിലിടാം, അല്ലാത്ത സമയത്തൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഒരു ടെക്സ്ചർ മാറി വരണം. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളി, നല്ല തക്കാളി ആയിരുന്നു ഇത്തവണ മേടിച്ചത്. നമ്മളിവിടെ സ്മാർട്ടിൽ നിന്നാണ് മേടിച്ചത്. സാധാരണ ഇവിടുത്തെ തക്കാളി അത്ര നന്നാവാറില്ല, പക്ഷേ ഇന്നത്തെ തക്കാളി അടിപൊളിയായിരുന്നു. അങ്ങനെ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടച്ചു വെച്ചു. അങ്ങനെ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ലോണം അതിലേക്ക് ഇങ്ങനെ മാഷായിട്ട് നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ബീഫിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചതായിരുന്നു. അങ്ങനെ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. വേവിച്ചിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ബീഫിന് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ ഇതും നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ബീഫിലേക്ക് കറക്റ്റായിരുന്നു മസാല. സാധാരണ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മസാല ഇത് കണ്ടപ്പോൾ ഉള്ളിയൊക്കെ കണ്ടപ്പോൾ കുറച്ച് കൂടുതലാണോ, പക്ഷെ അല്ല, കറക്റ്റായിരുന്നു. ബീഫിന് കറക്റ്റായിട്ടുള്ള മസാല ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അതും നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാം.
നല്ലോണം ആ ബീഫിലേക്ക് നമ്മുടെ മസാലയൊക്കെ പിടിക്കട്ടെ. അങ്ങനെ അത് തുറന്നു നല്ല ചൂട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മളിനി മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഞാനിതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, പുതിന ഇട്ടിട്ടില്ല. മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ ബീഫിൽ നിന്ന് വരുന്നത്. ബീഫ് മാത്രമായിട്ട് കഴിക്കാം. ഞാൻ ഇത്തിരി റോസ്റ്റ് എടുത്ത് വെച്ചു. ഇനിയിപ്പം ചിലർക്ക് നല്ലോണം മസാല വേണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർക്ക് കൂടുതൽ കൊടുക്കാം, അല്ലാത്തവർക്ക് ഇത്ര മതി എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഇത്തിരി ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മിക്സിങ് തുടങ്ങുകയാണ്. പാത്രം വെച്ചു. അങ്ങനെ പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഈ കുറച്ച് റൈസ് അതിൽ തന്നെ വെച്ചത് ഇനിയിപ്പോൾ അത് വീണ്ടും എടുക്കേണ്ട മടിയുണ്ട് കേട്ടോ. ശരിക്കും എല്ലാം ആ പാത്രത്തിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. എന്തായാലും ഞാൻ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ലെയർ ചോറ് ബിരിയാണിയുടെ റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളില്ലേ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഉള്ളി, അതൊക്കെ ആഡ് ചെയ്തു. പിന്നെ പുതിനയും അതുപോലെ മല്ലിയില ആഡ് ചെയ്തു. എന്നിട്ട് ബീഫ് ആഡ് ചെയ്തു. അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ പുതിനയുടെ കാര്യം മറന്നുപോയി. മല്ലിയില മാത്രം ആഡ് ചെയ്യാൻ തുടങ്ങി. അതെന്ത് പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അത് മറന്നുപോയി. അങ്ങനെ ലാസ്റ്റ് ഇത്തിരി പുതിന കൂടുതലായിപ്പോയി കേട്ടോ. അതുപോലെ ബീഫ് അത് ഞാൻ ആദ്യം കുറച്ച് ഇട്ടിട്ട് എനിക്ക് തീരില്ലേ എന്നൊരു സംശയമായിട്ട് പിന്നെ ബീഫ് അധികമായി. എന്നിട്ട് ലാസ്റ്റ് എത്തിയപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ബീഫ് ഇട്ടിട്ട് നിറയ്ക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും ബിരിയാണിയുടെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ടെക്സ്ചറും അത് അടിപൊളി. ഞാൻ ഇതിന് മുകളിൽ നിന്നൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണിത് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ അവസാനിപ്പിച്ചു. ലാസ്റ്റ് ഇതായി പുതിന ഞാൻ അപ്പോഴാണ് കണ്ടത്. എന്തായാലും അതും കൂടെ ആഡ് ചെയ്തു. ആണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടോ, അതിൻ്റെ സ്മെല്ലൊന്നും പുറത്തു പോകാനെങ്കിൽ ചോറുണ്ണാൻ വേണ്ടിയിട്ട് എടുത്ത ടൈമിലാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.